ആമസോൺ പ്രൈമിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രണ്ട് ഫിലിമിനെ കുറിച്ചാണ് ഇന്ന് റിവ്യൂ പറയുന്നത്. അതിനകത്ത് ഒന്ന് ഹിന്ദിയാണ്, ഒന്ന് മലയാളമാണ്. രണ്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. അതിനകത്ത് ഏറ്റവും മികച്ച ഫിലിമാണ് സ്റ്റോളൻ എന്നുള്ള ഫിലിമാണ്. അതായത് ഈ പടം എന്ന് പറഞ്ഞ ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. ഈ ഒരു സമയം, ഈ 1.5 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സംഭവം ഈ സിനിമയിലുണ്ട്. നമ്മളൊരു സിനിമ കാണുമ്പോൾ അങ്ങനെയാണല്ലോ വേണ്ടത്. ആദ്യം തൊട്ട് അവസാനം വരെ ചെറിയ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കാം, പക്ഷെ അതിനകത്ത് നമ്മളെ പിടിച്ചിരുത്തുന്നു. വലിയ കഥയോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പക്ഷെ ഇതിനകത്ത് കഥയും വരുന്നുണ്ട്. ഒരു ഉത്തരേന്ത്യയിൽ ഒരു റൂറൽ വില്ലേജിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ഒരു കുട്ടിയെ, ചെറിയ ന്യൂ ബോൺ ബേബിയാണ്, അതിനെ തട്ടിക്കൊണ്ടു പോകുന്ന സംഭവങ്ങൾ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയാണ്, ഒരു അമ്മയും കുഞ്ഞും കിടന്നുറങ്ങുന്നു. അപ്പോൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോവുകയാണ്, ഒരു ലേഡിയാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം 2 ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. അപ്പൊ ഇവര് ഈ തട്ടിക്കൊണ്ടുപോകുന്ന ഒരാൾ കാണുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ആദ്യാവസാനം നമ്മളെ ത്രില്ലടിപ്പിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ സിനിമയ്ക്ക് ആമസോൺ പ്രൈമിൽ അല്ലെങ്കിൽ നമുക്ക് ടെലഗ്രാമിൽ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സംഭവം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കരൺ തേജ്പാലാണ് സംവിധാനം ചെയ്തത്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഗൗരവ് ദിഗ്ര എന്നൊക്കെ പറഞ്ഞ കുറച്ച് വേറെ 1-2 പേരോട് എഴുതിയിട്ടുണ്ട്. സ്റ്റാർസ് അഭിഷേക് ബാനർജിയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ ഒരു ലേഡിയായിട്ട്, ആ കുഞ്ഞിന്റെ അമ്മയായിട്ട് മിയ മെസ്ലർ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ ശുഭം വർദ്ധൻ വേറൊരാളായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പടം നിങ്ങൾക്ക് വർത്ത് വാച്ചിങ് ആണ്. 100% ഗ്യാരണ്ടി ഉള്ള ഒരു ഫിലിമാണ്. 1.5 മണിക്കൂറേ ഉള്ളൂ. ഇനി അടുത്തൊരു ഫിലിം നമ്മൾ നോക്കുവാണെങ്കിൽ പടത്തിന്റെ പേര് ദാസേട്ടന്റെ സൈക്കിൾ എന്നുള്ളതാണ്. ഹരീഷ് പേരടി ഒരു പ്രധാന കഥാപാത്രമായിട്ടുള്ള ഒരു സിനിമ. വളരെ നാച്ചുറൽ ആയിട്ട് തുടങ്ങുന്ന, അധികം മുതൽ മുടക്കിലല്ല ചെയ്യുന്നത് ഈ പടം. കാരണം ഹരീഷ് പേരടി മാത്രമാണ് നമുക്ക് മുഖം കണ്ടു പരിചയമുള്ള ഒരാൾ ഇതിനകത്ത്. അദ്ദേഹം ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് ഇതിനകത്ത് തുടങ്ങുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഈ പടം ഒരു ആവറേജ്, ഒരു 50% ആവറേജ് മാത്രം. IMDb റേറ്റിംഗ് ഒക്കെ വളരെ കുറവാണ്. പടം കാണണമെന്ന് വിചാരിച്ചു, പിന്നെ കണ്ടു തുടങ്ങിയതില്ല എന്ന് കരുതി അങ്ങ് കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ റിസ്കിൽ വേണമെങ്കിൽ കാണാവുന്ന ഒരു പടം എന്താ പറയാനുള്ളൂ. കാരണം ഇതിനകത്ത് വലിയൊരു സംഭവമൊന്നും ഇല്ല. ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം എന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം കാണാൻ ഞാൻ ഈ ദാസേട്ടന്റെ സൈക്കിളിനെ കുറിച്ച് പറയുള്ളൂ. കാരണം നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് തരാതെ പിടിച്ചിരുത്താൻ പറ്റാത്ത കുറച്ച് കഥാരംഗങ്ങളും കാര്യങ്ങളും ഒക്കെ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. 1-2 സോങ്സ് ഒക്കെ ഉണ്ട്. വലിയ നീട്ടി വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ പടമാണെങ്കിലും നമുക്ക് ഈ പടത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോഴല്ലേ നമുക്ക് ആ പടം നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പടം കാണാതിരിക്കുകയായിരിക്കും നല്ലത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 പടങ്ങൾ നിങ്ങൾക്ക് ആമസോൺ പ്രൈമിലൂടെ കാണാവുന്നതാണ്. ആദ്യത്തെ പടം സ്റ്റോളൻ വളരെ മികച്ച പടം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സിനിമാ വിശേഷങ്ങളുമായിട്ട് ഇനി വരാം. കൂടാതെ ആനുകാലിക സംഭവങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ശ്രമിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.